Oh, your mercy never fails me. All my days I've been held in your hands. From the moment that I wake up until I lay my head, I will sing of the goodness of God. തിരുവനന്തപുരം കാർമൽ മൊണാസ്ട്രിയിലെ പൈസ്യൂണിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമകരണത്തിനോടനുബന്ധിച്ചുള്ള 100-ാം വർഷം പ്രമാണിച്ച് ലിറ്റിൽ ഫ്ലവർ പൈസ്യൂണിൻ അംഗങ്ങൾ ഒരുക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവചരിത്രം ലഘുനാടകമായി ഇവിടെ അവതരിപ്പിക്കുന്നു. എളിമയുടെയും ലാളിത്വത്തിൻ്റെയും അതിലുപരിയായി ദൈവഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോരുത്തരും ജീവിത മാതൃകയാക്കി തീർക്കേണ്ട വ്യക്തിത്വമാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയുടേത്. ഈ ആധുനിക ലോകത്ത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മീയത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രകാശമായി തെളിയിക്കുന്നതിനായി സലമാൻക ഗ്രൂപ്പിലെ കുഞ്ഞുമക്കൾ അവതരിപ്പിക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ ചെറിയ കൈകൾ എത്ര മൃദുലമാണ്. ഒരു ദിവസം ഈ കൈകൾ ദൈവത്തിനായി മഹത്തായ കാര്യങ്ങൾ ചെയ്യും. അതെ, ലോകത്തിൽ കാണപ്പെടാത്തതായിരുന്നാലും സ്വർഗം അതിനെ ശ്രദ്ധിക്കും. എൻ്റെ ചെറു പുഷ്പമേ, ചെറിയ കാര്യങ്ങളിൽ പോലും നിന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാകട്ടെ. നമുക്കിവളെ യേശുവിൻ്റെ തിരുഹൃദയത്തിലും പരിശുദ്ധ മാതാവിൻ്റെ സംരക്ഷണത്തിലും സമർപ്പിക്കാം. അവർ ഇവളുടെ ഓരോ ചുവടിലും ഇവളെ നയിച്ചുകൊള്ളും. അതേ ലൂയിസ്, ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഇവളൊരു റോസാപ്പൂ പോലെ വിരിയും. ഒരു ചെറുപുഷ്പം, ലാളിത്യവും ശുദ്ധതയുമുള്ളവൾ, ആത്മാക്കളിൽ സന്തോഷം വിതറുന്നവൾ. ദൈവമേ, ഇവളെ നന്നായി വളർത്തുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഇവൾ എപ്പോഴും അങ്ങയുടെ പ്രകാശത്തിൽ നടക്കട്ടെ. തെരേസ, നിന്റെ ജീവിതം സ്നേഹം നിറഞ്ഞത് മാത്രമാകട്ടെ.
അവളുടെ ബാല്യം വിശുദ്ധവും പ്രാർത്ഥനാ നിർഭരവുമായിരുന്നു. ചെറുപ്രായത്തിലെ തെരേസ വിശ്വാസത്തിൻ്റെ ചൂടിലും കുടുംബത്തിൻ്റെ സ്നേഹത്തിലും വളർന്നു വന്നു. ലൂയി മാർട്ടിൻ്റെയും സെലിൻ ഗ്വരിൻ്റെയും ഭവനം ദൈവകൃപയുടെ ഈറ്റിലമായിരുന്നു. അദൃശ്യനായ അതിഥിയായ ദൈവം എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഓരോ നിമിഷവും അവൾ സ്നേഹത്തിൽ വളർന്നു വന്നു. ബാഹ്യലോകത്തിൻ്റെ കറ പുരളാതെ തെരേസ ജീവൻ്റെ ഉജ്ജ്വലമായ തീക്ഷ്ണതയാൽ ജ്വലിച്ചിരുന്നു. നോക്കൂ, എനിക്ക് പൂക്കൾ കൊണ്ട് മനോഹരമായ കിരീടം ഉണ്ടാക്കാൻ കഴിയും. ഇത് അത്ഭുതമാണ് തെരേസ. ഇത്ര ചെറുപ്പത്തിലേ നിനക്കിതിന് കഴിവുണ്ടല്ലോ. ഞാനും സഹായിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പൂക്കിരീടം ഉണ്ടാക്കി അത് ധരിച്ച് പള്ളിയിലേക്ക് പോകാം. നിങ്ങൾ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ പൂക്കിരീടം ഉണ്ടാക്കുകയാണമ്മേ. വളരെ നല്ലത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ കുഞ്ഞുങ്ങളെ. പൂക്കളുടെ സൗന്ദര്യം ദൈവത്തിൻ്റെ ദാനമാണ്. തെരേസ, ഇന്ന് നീ എന്താണ് കളിക്കുന്നത്? അമ്മേ, ഞാൻ എൻ്റെ പാവയോടൊപ്പമാണ് ഇന്ന് കളിക്കുന്നത്. എൻ്റെ കുഞ്ഞിപ്പാവയ്ക്ക് അവളുടെ അമ്മയെ കാണത്തിൽ ഒത്തിരി വിഷമം തോന്നുന്നു. അവളോട് വിഷമിക്കില്ലെന്ന് പറയൂ. അമ്മമാർ എപ്പോഴും ആത്മാവിൽ നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും, അവരെ കാണാനാകാത്തപ്പോഴും. പക്ഷെ അമ്മേ, ഞാൻ എപ്പോഴും ഇവിടെ അമ്മയോടൊപ്പം ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും നിന്നോടുകൂടി ഉണ്ടാകും കുഞ്ഞേ. എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഹൃദയം എപ്പോഴും നിന്റെ ഒപ്പമായിരിക്കും. കഥാപുസ്തകത്തിലെ ആ അമ്മയെ പോലെ അമ്മ അകലെയായിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും അമ്മേ? ചിലപ്പോഴൊക്കെ ജീവിതം നമ്മെ പ്രതീക്ഷിക്കാത്ത യാത്രകളിലേക്ക് കൊണ്ടുപോകും. പക്ഷേ സ്നേഹം ഒരിക്കലും മാഞ്ഞു പോകുകയില്ല തെരേസ. എനിക്ക് വേണ്ടി തിരികെ വരുമെന്ന് വാഗ്ദാനം ചെയ്യാമോ അമ്മേ? ഞാൻ എപ്പോഴും നിന്നെ കാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു മോളെ. പപ്പ, വിശുദ്ധയാകുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മോളെ, വിശുദ്ധ എന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവളും കരുണയുടെയും ത്യാഗത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിക്കുന്നവളുമാണ്. എനിക്കൊരു വിശുദ്ധയായി തീരണം പപ്പ. നിനക്കൊരു വിശുദ്ധിയായി തീരാൻ കഴിയും മോളെ. അതിൻ്റെ തുടക്കം സ്നേഹത്തിലൂടെയാണ്, ചെറിയ കാരുണ്യ പ്രവൃത്തികളിലൂടെയും. തെരേസ, നീ എപ്പോഴും പൂക്കളോടാണ് സംസാരിക്കുന്നത്. അവ നിന്നെ കേൾക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായും കേൾക്കും. പൂക്കൾ നമ്മോട് സംസാരിക്കുന്നില്ലെങ്കിലും അവയുടെ സൗന്ദര്യം കൊണ്ട് നമ്മോട് സംസാരിക്കുന്നു. നിനക്കൊരു മൃദുവായ ആത്മാവുണ്ട്. ദൈവം നിനക്ക് നൽകിയ വലിയൊരു ദാനമാണത്. എല്ലാറ്റിലും അതിൻ്റെ സൗന്ദര്യം കാണാൻ നിനക്ക് കഴിയുന്നുണ്ട്. എനിക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നത് പൂന്തോട്ടത്തിലാണ്. പൂന്തോട്ടം കാണുമ്പോൾ എനിക്ക് സ്വർഗത്തെ ഓർമ്മ വരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയും. ഇന്നെൻ്റെ കുഞ്ഞു മാലാഖമാർ എന്താണ് സ്വപ്നം കാണുന്നത്? അമ്മേ, ഞാൻ തീരുമാനിച്ചു. വളർന്നു വലുതാകുമ്പോൾ ഞാനൊരു സന്യാസിനിയാകും. സന്യാസിനിയാകണമെന്ന ആഗ്രഹം അതിമനോഹരവും ഉന്നതവുമായ ആഗ്രഹമാണ് മോളെ. ദൈവം നിന്നെ തൻ്റെ തോട്ടത്തിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ നീ തീർച്ചയായും അവിടെ വിരിയും. ഏറ്റവും മനോഹരമായ ജീവിതങ്ങളിലും കഷ്ടതകൾ ഉണ്ടാകാറുണ്ട്. ചിരിയുടെയും കളിയുടെയും നിഷ്കളങ്കതയുടെയും നടുവിൽ ഒരു നിഴൽ ലൂയി മാർട്ടിൻ്റെ കുടുംബത്തിലേക്ക് പതിയെ കടന്നു വന്നു. ആ നിഴൽ ചെറുപ്രായത്തിലുള്ള തെരേസ എന്ന പെൺകുട്ടിയുടെ വിധിയെ മാറ്റിമറിച്ചു. സെലിൻ മാർട്ടിൻ ഒരു സമർപ്പിതയായ ഭാര്യയും സ്നേഹനിർഭരയായ അമ്മയും ആഴമേറിയ വിശ്വാസിനിയുമായ ഒരു സ്ത്രീയുമായിരുന്നു. സെലിൻ്റെ ആരോഗ്യം ക്രമേണ ക്ഷയിക്കാൻ തുടങ്ങി. ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും നിരാശപ്പെടില്ല. എനിക്ക് അമ്മയായി പരിശുദ്ധ അമ്മ ഉണ്ടല്ലോ. തെരേസ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്. ഇത് ശരിക്കും എൻ്റെ അമ്മയുടെ ശബ്ദമാണോ? അതേ മോളെ, സ്നേഹം ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. നിന്റെ വാക്കുകൾ എനിക്ക് സന്തോഷം പകരുന്നു. അമ്മേ, ഞാൻ തീർച്ചയായും വിശുദ്ധയാകും. അങ്ങനെ ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കും. തെരേസ, നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുകയാണോ? വാ മോളെ, അത്താഴത്തിനുള്ള സമയമായി. ചേച്ചി, ഞാൻ അമ്മയെ ഒത്തിരി മിസ് ചെയ്യുന്നു. മോളെ, അമ്മ എപ്പോഴും നിന്റെ ഒപ്പമുണ്ട്. ഞാനും നിന്റെ കൂടെയില്ലേ? ഞാൻ നിനക്ക് അമ്മയെ പോലെയല്ലേ? ഫ്രാൻസിനി,
ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ അനുകമ്പ എന്നേക്കും നിലനിൽക്കുന്നു. അവിടുന്ന് പാപികളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയായിത്തീരും. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താതെ ഒന്ന് പോകുമോ? ഫ്രാൻസിനി, നീ ദൈവത്തിലേക്കൊന്ന് നോക്കൂ. അവിടുന്ന് നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. നിന്റെ പാവങ്ങളാണ് അവിടുന്ന് വഹിച്ചത്. എനിക്കൊന്നും കാണണ്ട. യേശു എന്നേ മരിച്ചു. ഒന്നിറങ്ങിപ്പോകൂ. അച്ഛാ, അവനൊരു മഹാപാപിയാണ്, ഒരു കൊലപാതകി, ഒരു 12 വയസ്സുള്ള പെൺകുഞ്ഞിന്റെ ജീവൻ എടുത്തവനാണ്. അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ നാളെ വരാം. നിങ്ങൾ ഈ വാർത്ത കണ്ടോ? ആ കൊലപാതകിയായ ഫ്രാൻസിനയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു അത്രേ. അവൻ ചെയ്ത പാപത്തിൽ അവന് യാതൊരു പശ്ചാത്താപവും ഇല്ലാന്നാണ് കേട്ടത്. കുമ്പസാരിക്കാൻ വന്ന വൈദികനെ പോലെ നിസ്കരിച്ചു. അതെന്താ പാപത്തിൽ നിന്ന് തിരിച്ചു വന്ന് ഈശോയിൽ വിശ്വസിക്കാൻ അവന് കഴിയാത്തത്? അവന്റെ പാപം അത്രയ്ക്കും കാഠിന്യമേറിയതാണ്. തെരേസ, നിന്നെ എന്താ വിഷമിപ്പിക്കുന്നത്? ചേച്ചി കേട്ടില്ലേ? ഫ്രാൻസിനിയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്ന നല്ല കള്ളന് രക്ഷ കിട്ടിയതുപോലെ ഫ്രാൻസിനിക്കും രക്ഷ കിട്ടില്ലേ? എനിക്ക് പ്രത്യാശയുണ്ട്. നമുക്ക് അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. കർത്താവെ, ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു. അങ്ങ് പാവികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് മരിച്ചതും ഉയർത്തതും. അങ്ങയുടെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും യോഗ്യത ഫ്രാൻസിനിയുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവെ, ഫ്രാൻസിനയോട് കരുണ കാണിക്കണമേ. മരിക്കുന്നതിന് മുൻപ് മാനസാന്തരപ്പെട്ട് അങ്ങയിലേക്ക് തിരിയാൻ കൃപ ചൊരിയണമേ. എൻ്റെ കർത്താവെ, ഫ്രാൻസിനയോട് കരുണ കാണിക്കണമേ. എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ആ കുരിശ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. എൻ്റെ ഈശോയെ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. നന്ദി ഈശോയെ. എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ, അങ്ങേക്ക് സ്തുതി. ഫ്രാൻസിനെ അങ്ങ് രക്ഷിച്ചു. വീണ്ടും പ്രാർത്ഥിക്കുവാനും അനേകം ആത്മാക്കളെ രക്ഷിക്കുവാനും എനിക്ക് കിട്ടിയ ദൈവവിളിയാണ് ഇത്. ഇങ്ങനെ അങ്ങയോട് പ്രാർത്ഥിച്ച് അനേകം ആത്മാക്കളെ ഞാൻ നേടും. തെരേസ തൻ്റെ കൗമാരപ്രായത്തിലേക്ക് കടന്നപ്പോൾ ലിസിയോ എന്ന ശാന്തമായ പട്ടണത്തിൽ അവൾ മറ്റു പെൺകുട്ടികളെ പോലെ സ്വപ്നങ്ങളുള്ളവളായിരുന്നു. എന്നാൽ അവളുടെ ഉള്ളിൽ ലോകത്തിൻ്റേതല്ലാത്ത ഒരാഗ്രഹം ജ്വലിച്ചിരുന്നു. അത് ദൈവത്തിനു വേണ്ടിയുള്ള ആഗ്രഹമായിരുന്നു. 1886 ക്രിസ്മസ് രാത്രി. അന്ന് തെരേസയ്ക്ക് വെറും 13 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചെറുപ്രായത്തിൽ തൻ്റെ പരിപൂർണ പരിവർത്തനമെന്ന് അവൾ വിളിച്ച ഒരു ആന്തരിക അനുഭവം തെരേസയ്ക്കുണ്ടായി. ദൈവസ്നേഹത്താൽ അവളുടെ ഹൃദയം ജ്വലിച്ച ഒരു ദിവ്യ നിമിഷം. ആ നിമിഷം മുതൽ അവളുടെ ആഗ്രഹം ഒന്ന് മാത്രമായിരുന്നു: തൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിനെ സമർപ്പിക്കുക എന്നത്. തെരേസ, ഇന്ന് നീ വളരെ സന്തോഷത്തിലായിരിക്കുന്നുവല്ലോ. എന്താണ് നിന്റെ സന്തോഷത്തിന് പിന്നിലുള്ളത്? പപ്പ, ഞാൻ വിശുദ്ധരെ കുറിച്ചാണ് വായിക്കുന്നത്. അവരുടെ ജീവിതം, ത്യാഗം, അവയെല്ലാം എന്നെ ഒത്തിരി ആകർഷിക്കുന്നു. അവർ അനവധി കഷ്ടതകളും സഹിച്ചവരായിരിക്കുന്നു. പക്ഷേ അവരുടെ വിശ്വാസം ഒരിക്കലും അവർ ഉപേക്ഷിച്ചില്ല. അവരിൽ നിന്ന് വളരെയധികം നമുക്ക് പഠിക്കാനുണ്ട് മോളെ. പപ്പ, ഞാൻ അവരുടെ മാതൃക പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിനായി സമർപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സന്യാസ ആശ്രമത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവളുടെ ആത്മാവ് തയ്യാറായിരുന്നിട്ടും ലോകം അവളോട് പറഞ്ഞു, ഇനിയും സമയമായിട്ടില്ല. തെരേസ ആശ്രമത്തിൽ ചേരാൻ ആവശ്യപ്പെട്ടപ്പോൾ മേലധികാരികൾ സംശയത്തോടെ നിന്നു.
അവൾ വെറും 15 വയസ്സുകാരി. അവരുടെ കണ്ണിൽ ഒരുപാട് ചെറുപ്പമായ ഒരു കുട്ടി. മഠം എന്നത് കഠിനമായ അനുസരണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മൗനത്തിൻ്റെയും സ്ഥലമായിരുന്നു. ഇത്രയും ചെറുപ്പത്തിൽ ഒരാൾക്കിതെല്ലാം സഹിക്കാനാകുമോ? എന്നാൽ ചെറുപ്പത്തിൽ തെരേസ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അവൾ നേരിട്ട് ലിയോ 13 മാർപ്പാപ്പയെ സമീപിച്ച് കാർമലൈറ്റ് മഠത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി അപേക്ഷിച്ചു. അതോടെ അസാധ്യമായതായി തോന്നിയ വഴി തുറന്നു. ലോകം താമസിപ്പിക്കാൻ ശ്രമിച്ചതിനെ സ്വർഗം തന്നെ വിധിച്ചിരുന്നതായിരുന്നു. വെറും 15-ാം വയസ്സിൽ തെരേസ ലിസ്യൂവിലെ കാർമൽ മഠത്തിൽ പ്രവേശിച്ചു. സിസ്റ്റർ തെരേസ, എന്തൊരു മനോഹര കാഴ്ചയാണ്. ഇന്ന് ചാപ്പൽ അടച്ചിരിക്കുന്നു. എങ്കിലും യേശുക്രിസ്തുവിനോടുള്ള നിന്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്നു. നന്ദി സിസ്റ്റർ ആഗ്നസ്. ഈ ചെറു പ്രവർത്തികളിലൂടെയാണ് എൻ്റെ ആത്മാവ് സന്തോഷം കണ്ടെത്തുന്നത്. ചെറിയ വഴിയാണെങ്കിലും നീ അത്രയും സ്നേഹത്തോടെ പിന്തുടരുന്ന പാത. ചെറുതായ പ്രവർത്തികൾ പോലും മഹത്തായ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അതിലൂടെ യേശുവിനെ നീ ഹൃദയത്തിലേക്ക് വിളിക്കുകയാണ് തെരേസ. അതൊരു അത്ഭുതകരമായ ജീവിത മാർഗമാണ്. അത് ശരിയാണ്. ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന ഏറ്റവും ചെറുതായ കാരുണ്യ പ്രവൃത്തിയും ദിവ്യപ്രകാശമായി തിളങ്ങുന്നു. ഈ റോസാപ്പൂക്കൾ എത്ര മനോഹരമായി വിരിയുന്നുവോ അങ്ങനെ തന്നെയാണ് നമ്മുടെ വിശ്വാസവും വിരിയേണ്ടത്. നമ്മുടെ വിശ്വാസത്തിനും പരിചരണം ആവശ്യമാണ്. ഒരു വിത്ത് നടാതെ അതിനർത്ഥമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവും. പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സംരക്ഷണം ലഭിച്ചാൽ മാത്രമേ അത് സ്വർഗത്തിനായി വിരിയുകയുള്ളൂ. നീ എല്ലാത്തിലും ദിവ്യത്വം കാണുന്നവളാണ് സിസ്റ്റർ തെരേസ. സാധാരണമായ കാര്യങ്ങൾക്കിടയിലും നീ ശാശ്വതയെ കണ്ടെത്തുന്നു. ഞാനല്ല, ദൈവകൃപ തന്നെയാണ് അതിന് കാരണമായത്. അവൻ എൻ്റെ കണ്ണുകൾ തുറക്കുന്നു. അതുകൊണ്ടാണ് പൊടിയും പൂവിധാനങ്ങളും പോലും അവൻ്റെ സാന്നിധ്യം പറയുന്നത്. നമുക്ക് നമ്മുടെ ചെറിയ ത്യാഗങ്ങളും ദൈനംദിന പ്രവർത്തികളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഞാൻ പലപ്പോഴും ആവിലയിലെ വിശുദ്ധ അമ്മ ത്രേസ്യയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും യേശുവിനെ സ്നേഹിക്കണമെന്നാണ് അമ്മ ത്രേസ്യ ആവശ്യപ്പെടുന്നത്. നിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് പ്രകാശമാണ് സിസ്റ്റർ തെരേസ. നീ എപ്പോഴും ഞങ്ങളെ ഈ ചെറു ലോകത്തിനുള്ളിൽ തന്നെ സ്വർഗം കാണാൻ പഠിപ്പിക്കുന്നു. ലിസ്യൂവിലെ കാർമൽ മഠത്തിൽ നിശബ്ദ മതിലുകൾ ദൈവസ്നേഹത്തിൽ മുഴുകിയ ഒരാത്മാവിൻ്റെ മറഞ്ഞ ജീവിതത്തെ സാക്ഷിയായി നിലകൊണ്ടിരുന്നു. 9 വർഷം തെരേസ മൗനത്തിലും ത്യാഗത്തിലും ജീവിച്ചു. ലോകം കാണാതെ പോയ അവളുടെ ജീവിതം സ്വർഗം സ്നേഹത്തോടെ കാത്തു സൂക്ഷിച്ചു. അവളുടെ ഓരോ ദിവസവും പ്രാർത്ഥനയാൽ നിറഞ്ഞതായിരുന്നു. ചെറുതായ സ്നേഹപ്രവൃത്തികളും മറഞ്ഞ വേദനകളും ദൈവത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിച്ച നിമിഷങ്ങൾ. തെരേസ, നീ ഒത്തിരി സഹിക്കുന്നുവല്ലേ? അതെ, വളരെയധികം. പക്ഷേ ക്രിസ്തുവിന് എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഈ വേദനകളെല്ലാം എനിക്ക് വളരെ നിസ്സാരമായിട്ടാണ് തോന്നുന്നത്. ധൈര്യമായിരിക്കൂ കുഞ്ഞെ. നിന്നെ സ്നേഹിക്കുന്ന യേശു എന്നും നിന്റെ കൂടെയുണ്ട്. അതെ, ഞാൻ അനുഭവിക്കുന്നു. എങ്കിലും അവനെ കാണുന്നില്ല. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നോക്കൂ, അവളുടെ പുഞ്ചിരിക്കുന്ന മുഖം ഒരു പനിനീർ പൂ പോലെ ശോഭിക്കുന്നു. അമ്മേ, മരണവേദന ഇതുവരെ ആയില്ലേ? ഞാൻ മരിക്കാറായില്ലേ? ആയിട്ടുണ്ട് എൻ്റെ സാധു കുഞ്ഞെ. ഇത് തന്നെയാണ് മരണവേദന. എങ്കിലും ഏതാനും മണിക്കൂറുകൾ കൂടി ദീർഘിപ്പിക്കുവാൻ നല്ല ദൈവം തിരുമനസ്സായിരിക്കും. ആയിക്കൊള്ളട്ടെ അമ്മേ. സഹിക്കേണ്ട സമയം കുറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു.
തൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചു ത്രേസ്യേ, ദൈവത്തിനാരാമവീതിയിൽ വിരിഞ്ഞൊരു നിർമ്മല റോസാപ്പൂവാണു നീ, കൊച്ചു പൂവാണു നീ. അമ്മേ കണ്ണേ കൊച്ചു ത്രേസ്യേ, ഈശോയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കണേ. അമ്മേ കണ്ണേ കൊച്ചു ത്രേസ്യേ, ഞങ്ങൾക്കായി നീ എന്നും പ്രാർത്ഥിക്കണേ. സ്നേഹത്താൽ ഈശോ തൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചു ത്രേസ്യേ, മനതാരിനുള്ളിലെ നിശബ്ദ ധ്യാനത്താൽ ഉന്നത പ്രേഷിതയായവൾ നീ. മനതാരിനുള്ളിലെ നിശബ്ദ ധ്യാനത്താൽ ഉന്നത പ്രേഷിതയായവൾ നീ. നിൻ സ്നേഹ ചൈതന്യം ഞങ്ങളിൽ തൂവണേ, ദിവ്യമാ സാക്ഷ്യങ്ങൾ പിന്തുടരാം. അമ്മേ കണ്ണേ കൊച്ചു ത്രേസ്യേ, ഈശോയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കണേ. അമ്മേ കണ്ണേ കൊച്ചു ത്രേസ്യേ, ഞങ്ങൾക്കായി നീ എന്നും പ്രാർത്ഥിക്കണേ. ഈശോ തൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചു ത്രേസ്യേ.